എവർ ട്രെൻഡിങ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഈ റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രണ്ട് ടോപ്പുകൾ വന്നേക്കുന്ന ആ ഒരു കോമ്പിനേഷൻസിലേക്കാണ്. റെഡ് ആയിട്ട് ബേസ് കളർ വരുന്നതിനകത്തേക്ക് ബ്ലാക്ക് കളറിലെ ത്രെഡിന്റെ ബുട്ടാസ് വീവിങ്ങും, അതേപോലെ തന്നെ ബ്ലാക്കിലേക്ക് തിരിച്ച് റെഡിന്റെ വീവിങ്ങും വന്നേക്കുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ ഏറ്റവും ഒരുപാട് തവണ നമ്മൾ കൊണ്ടുവന്ന് ഭയങ്കര ഡിമാൻഡിൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു പാറ്റേൺ ആണ്. ഹാഫ് പോർഷനിലേക്ക് പ്രിൻസസ് കട്ട് പാറ്റേൺ വന്നിട്ട് ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ട് താഴേക്കായിട്ട് ഗ്യാദേഴ്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വണ്ണമുള്ളവർ ഈ ഒരു പാറ്റേൺ ഇത് യൂസ് ചെയ്തതിന് തന്നെ ഇവിടെ കൊണ്ടൊക്കെയാണ് നല്ല ഷേപ്പ് ഫിറ്റിംഗിലേക്കാണ് വന്നിരിക്കുന്നത്. ബാക്കിലേക്ക് പ്ലെയിൻ ആയിട്ട് എ ലൈൻ കട്ടിങ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലേക്കായിട്ട് ഈ ഒരു ഗ്യാദേഴ്സ് കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ലോവർ ഏരിയ ഇതൊക്കെ ഫുൾ ആയിട്ട് തന്നെ ഒരു കവറപ്പ് ആയി പോയിക്കോളും. ഇതിൽ തന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഹാഫ് പോർഷനിലേക്ക് ലൈനിങ് യൂസ് ചെയ്തേക്കണം. കാരണം കുറേ കസ്റ്റമേഴ്സിനെങ്കിലും ഈ ഒരു വീവ്ഡ് കോട്ടൺ ഫാബ്രിക്കിന്റെ ഫീൽ അറിയണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഏരിയ വരെ നമ്മൾ ലൈനിങ് യൂസ് ചെയ്തിട്ടുള്ളൂ. താഴേക്കായിട്ട് വിത്തൗട്ട് ലൈനിങ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ഫാബ്രിക് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്ലീവിലേക്ക് ലൈനിങ് കൊടുത്തിട്ടില്ല. ഈ ടോപ്പിന്റെ പ്രൈസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 899 റേറ്റിലേക്കാണ്. നമുക്ക് ബ്ലാക്കും കൂടി ഇട്ടെന്ന് കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന എല്ലാവരും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്കിലേക്കാട്ടോ. അതിനകത്തേക്ക് റെഡ് കളറിലെ ത്രെഡിന്റെ ബുട്ട വീവിങ് ആണ് വന്നിരിക്കുന്നത്. ഇവിടേക്കായിട്ട് പോട്ട്ലി ബട്ടൺസും കൂടെ വന്നിട്ടുണ്ട്. ഇടാൻ വേണ്ടിയിട്ടൊരു ഒന്നും പറയേണ്ട കാര്യമില്ല, അത്രയും കംഫർട്ടബിൾ ആണ്. ഈ ഒരു സമ്മറിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. നമ്മൾ സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ നമ്മളൊരു വലിയ സൈസിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചേക്കുന്ന ഇപ്രാവശ്യം. കാരണം ലാസ്റ്റ് ടൈം ഒക്കെ വാങ്ങിയ കസ്റ്റമേഴ്സിന്റെ ഒരു റിവ്യൂ നമുക്ക് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് വാഷ് ചെയ്തപ്പോൾ കുറച്ച് ഷ്രിങ്ക് ആയെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സൈസ് ചാർട്ട് നോക്കുക. നമ്മളൊരു കുറച്ച് വാഷ് ചെയ്യുമ്പോൾ ഷ്രിങ്ക് ആവുന്നുള്ളത് ഉറപ്പാണ്. കാരണം ഞാനിത് പേഴ്സണലി എടുത്തതായിരുന്നു. നിങ്ങളുടെ കറക്റ്റ് സൈസ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്ത് എടുത്താൽ മതി. ഇനിയിപ്പോൾ അഥവാ ഓവർ സൈസായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ജസ്റ്റ് അന്നേരം ഒന്ന് ഓൾട്ടർ ചെയ്യുക. വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് അഴിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 47 ഇഞ്ചസിലേക്കാണ്. 899 റേറ്റിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കയറി ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളാം. ഈ ഒരു കൈൻഡ് ഓഫ് ഫാബ്രിക്കിനകത്തേക്ക് നമുക്കിനിപ്പോൾ കോഡ് സെറ്റ് ആയിട്ടും ഒക്കെ നമുക്കിനി ഒരുപാട് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. സമ്മർ ആ ഒരു ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിന് തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഫാബ്രിക്സിന് തന്നെയാണ് ഒരുപാട് ഡിമാൻഡ് വരുന്നത്.